എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളിന്ന് നിങ്ങൾക്ക് 2025 ഉറപ്പിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി, അതിൻ്റെ വിശേഷവുമായി വരികയാണ്. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും നിയമനം നൽകുന്ന ആ പരീക്ഷ ഏതാണ്? നിങ്ങൾക്കതാ വളരെ വലിയൊരു ഓഫറായി തന്നെ 2025 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ഏതായിരിക്കുമെന്ന്? ലിസ്റ്റിൽ വരുന്ന മുഴുവൻ പേർക്ക് നിയമനം നൽകുന്ന ആ ഒരു തസ്തിക പരീക്ഷ ഏതായിരിക്കും? അതെ, ഏതാണ് അത്? കമ്പനി ബോർഡ് LGS ആണ്. ഓർക്കുക, കമ്പനി ബോർഡ് LGS പരീക്ഷ അല്ലേ? ഞാനിത് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും ഇതെങ്ങനെ ശരിയാകും. നോക്കുക ഉദ്യോഗാർത്ഥികളെ, 2014 മുതൽ ഇങ്ങോട്ടുള്ള LGSന്റെ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷകളുടെ നിയമനം മാത്രം നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ആ ചിത്രം വ്യക്തമാകും. 2014 കമ്പനി ബോർഡ് LGS പരീക്ഷ നടന്ന് ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റിൽ ഏതാണ്ട് 5000-ഓളം പേരാണ് ഉൾപ്പെടുത്തിയത്. 5000 പേർക്കും നിയമനം കിട്ടിയത് മാത്രമല്ല, സപ്ലി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾക്ക് നിയമനം കിട്ടി. പിന്നീട് 2017 വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. മുഴുവൻ പേർക്ക് നിയമനം കൊടുത്തു. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, സ്റ്റേറ്റ് വൈഡാണ് ഈ പരീക്ഷ. സ്റ്റേറ്റ് വൈഡാണ് നിയമനം കിട്ടുക. സ്റ്റേറ്റ് വൈഡാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത്രയും വലിയ ഒരു റാങ്ക് ലിസ്റ്റും അതിൽ നിന്ന് പരമാവധി നിയമനം കിട്ടുന്ന പരീക്ഷ 2021 നോക്കിയാലും അവസാനം 2024 നോക്കിയാലും 2024 വന്ന ലിസ്റ്റിൽ പ്രകാരം നിയമനം ലഭിച്ചവരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ എണ്ണം നോക്കിയാലും നമുക്ക് ആ സത്യം മനസ്സിലാകും. പരമാവധി ആളുകൾക്ക് നിയമനം നൽകുന്നു. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, 2024 LGS റാങ്ക് ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടത്? എത്ര പേർക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം വരെ നിയമനം കിട്ടി എന്ന് നോക്കുമ്പോൾ 3712 ഉദ്യോഗാർത്ഥികളാണ് LGS ലിസ്റ്റിൽ 2024 പുറപ്പെടുവിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. നിയമനം ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം വരെ ഏതാണ്ട് 2338ഓളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞില്ല. ഒരു വർഷം ഏതാണ്ട് ഇപ്പൊ 7 മാസം 8 മാസം ആകുന്നതേ ഉള്ളൂ. ഇനിയുണ്ട് കാലാവധി. അപ്പോ 2026 പരീക്ഷ അടുത്ത് നടക്കേണ്ടതുണ്ട്. അടുത്ത നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ നടക്കണം. കാരണം എങ്കിൽ മാത്രമേ 2027 നമ്മുടെ നിയമനം പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും 2025 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികളെ, ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേരുടെ അവസാന അവസരമാണ്. ഏജ് ഓവർ ആകുന്ന ഒരുപാട് ആളുകളുണ്ട് 2025 ഡിസംബർ കഴിയുമ്പോൾ. അതുകൊണ്ട് അവർക്കും കൂടി അവസാനത്തെ ഒരു അവസരം നൽകാൻ വേണ്ടിയിട്ട് 2025 ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള പരീക്ഷകളുടെ പട്ടികയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പനി ബോർഡ് LGS. അപ്പൊ കമ്പനി ബോർഡ് LGS നോക്കണേ, ഒരു ചെറിയ കാര്യമല്ല. കേവലം ഒരു വർഷവും ഏതാണ്ട് 7-8 മാസം കൊണ്ട് 3712 പേരുള്ള ലിസ്റ്റിൽ 2332 പേർക്ക് ഇതിനോടകം നിയമനം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകത. ഇനി ബാക്കിയുള്ളവർക്ക് നിയമനം കിട്ടും. അതാണ് പറഞ്ഞത്, ലിസ്റ്റിൽ വരുന്ന മുഴുവൻ പേർക്ക് നിയമനം കിട്ടുന്ന ഒരു തസ്തികയാണ് നമുക്കറിയാം കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി, ഏതെങ്കിലും ഒരു ജോലി മതി എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇതെല്ലാം. നിങ്ങൾ ഒരുപാട് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കമന്റാണ്, സാറേ കുറേ ആയി പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. എങ്കിലും താൽക്കാലികമായി എനിക്ക് ഏതെങ്കിലും ഒരു ജോലി മതി എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉറപ്പിക്കാൻ എഴുതി വെച്ചോ ഈ ജോലി. ഏതാണ്? കമ്പനി ബോർഡ് LGS. കാരണം പരമാവധി സ്റ്റേറ്റ് വൈഡ് ആണ്, പരമാവധി ആളുകൾക്ക് നിയമനം കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ കമ്പനി ബോർഡ് LGS ആണ്. നിങ്ങൾ ഈ സുവർണാവസരം മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്യാതെ പഠിക്കുക. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടാകാം എന്ന് പറഞ്ഞാൽ ഒരു 4 മുതൽ 5 മാസം വരെ മാത്രമേ ഗ്യാപ്പ് ഉള്ളെന്ന് ഓർക്കണം. അതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ സിലബസ്. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങണം. മറ്റുള്ള LGS പരീക്ഷകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മൾ ഈ പറയപ്പെട്ട കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ സിലബസിൽ ഏതാണ്ട് മാറ്റമൊന്നുമില്ല. 80-20 നമ്മൾ സിലബസിലേക്ക് വരാം. എന്നാലും അപ്പോൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക എന്ന് ഓർക്കുക.
LGSന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക? നമ്മൾ പറഞ്ഞു 2025 തന്നെ ഡിസംബർ മാസത്തിൽ വരാനാണ് മാക്സിമം സാധ്യത ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞു ഏജ് ഓവർ ആകുന്നതിൻ്റെയൊക്കെ ഒരു ഘട്ടം വച്ചിട്ട് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. പ്രിപ്പറേഷൻസ് എപ്പോൾ തുടങ്ങണം? പ്രധാന ചോദ്യമാണ്. എപ്പോഴാണ്? ഈ വീഡിയോ കാണുന്ന ഈ മൊമെന്റിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. എനിക്ക് ഏതെങ്കിലും ഒരു ജോലി മതി, ഓക്കെ ആയിക്കോട്ടെ. സാധാരണ എല്ലാവരും CPO WCPO ഒക്കെയാണ് തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും എളുപ്പം കിട്ടാനായിട്ട്. പക്ഷേ ശാരീരിക യോഗ്യത വേണം, അതുപോലെ ഫിസിക്കൽ പരീക്ഷകളൊക്കെ പാസ്സാകണം. ഇതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല, മലയാളമില്ല, 80 മാർക്ക് കോമൺ GK പ്ലസ് കറണ്ട് അഫയേഴ്സ്, 20 മാർക്ക് കണക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സിലബസ്. നോക്കണേ, സിലബസ് വളരെ വളരെ ലളിതമാണ് സിലബസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ ആഞ്ഞു പരിശ്രമിച്ചാൽ ആദ്യ 100 റാങ്കിൽ തന്നെ, അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിയമനം കിട്ടും. അതുകൊണ്ട് അതിനുവേണ്ടി മാക്സിമം പരിശ്രമം ആരംഭിക്കുക. പ്രിപ്പറേഷൻസ് ആരംഭിക്കേണ്ടത് ഇപ്പോൾ ഈ മൊമെന്റിൽ തന്നെയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് യോഗ്യത? നമുക്കറിയാം, സാധാരണ LGS പരീക്ഷ പോലെ തന്നെയാണ് യോഗ്യത. ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ? ഇതാണ് യോഗ്യത എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും ചോദിക്കുന്നത്, ഡിഗ്രി പാസ്സായവർക്ക്, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയുമോ? എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം? കഴിയുമോ ഇല്ലയോ? കഴിയും. സാധാരണ LGS നമുക്കറിയാം 7ാം ക്ലാസ് യോഗ്യത വരുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷകൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ട്. നോൺ ഗ്രാജുവേറ്റ്സിന് മാത്രമേ എഴുതാൻ കഴിയൂ. പക്ഷേ ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ ഓർത്തിരിക്കുക, കമ്പനി ബോർഡ് LGS പരീക്ഷ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും എഴുതാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേവലം ഒരു ജോലി മതി, ഏതെങ്കിലും ഒരു ജോലി മതി, സർക്കാർ ജോലി മതി. എന്നിട്ട് ആ ജോലി കിട്ടിയിട്ട് മറ്റുള്ള പരീക്ഷകൾക്ക് ഞങ്ങൾ കൂടുതൽ തയ്യാറാകാം. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ണുമടച്ച് തയ്യാറാക്കിക്കോ, അരയും തലയും മുറുക്കി ഇറങ്ങിക്കോളൂ. LGS പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ കഴിയും. കമ്പനി ബോർഡ് LGSന്റെ പ്രത്യേകത ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും, ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഒരുങ്ങണമെന്ന് പറയുമ്പോൾ സിമ്പിളാണ് സിലബസ്. 100 മാർക്കിന്റെ സിലബസ് ആണ് ഉദ്യോഗാർത്ഥികളെ, ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സിലബസിനെ അടിസ്ഥാനമാക്കി കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളും മുൻവർഷ പിന്നീട് ചോദ്യ മാതൃകകളും പരിശീലനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ റൺ ചെയ്യുന്നുണ്ട്. പുതിയ കോഴ്സ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. പുതിയ കോഴ്സിനെ പറ്റി അറിയാൻ, കമ്പനി ബോർഡ് LGS പരീക്ഷാ കോഴ്സിനെ പറ്റി അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ LGSന്റെ ഫ്രീ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രത്യേകത, നിങ്ങൾ 1 രൂപ പോലും നൽകേണ്ടതില്ല. വളരെ സൗജന്യമായി നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന്റെ PDF നോട്ടുകൾ, അതുപോലെ ഫ്രീ ക്ലാസ്സുകൾ, അതുപോലെ വെബിനാറിന്റെ ലിങ്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവസാനം ഈ സിലബസിലേക്ക് വന്നാൽ, സാധാരണ ഒരു LGS പരീക്ഷാ സിലബസ് തന്നെയാണ്. നമുക്കറിയാം 80-20 തന്നെയാണ് മാർക്ക് ഡിവിഷൻ. 80-20 മാർക്ക് നമുക്കറിയാം. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലേ? അപ്പൊ നിരീക്ഷണ പാഠവും അതുപോലെ മാനസിക ശേഷിയും ലഘുഗണിതവും കൂടി 20 മാർക്ക്, കണക്ക് 20 മാർക്ക്, ബാക്കിയുള്ള 80 മാർക്ക് കോമൺ GK ആണ് ഉദ്യോഗാർത്ഥികളെ. വിശദമായ സിലബസിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും ഓർത്തിരിക്കുക, നമ്മുടെ പൊതുവിജ്ഞാനം കോമൺ GK എന്നറിയപ്പെടുന്നത് 40 മാർക്ക്. അതിൽ നിങ്ങൾ പഠിക്കുന്ന ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, സിവിക്സ് ഉണ്ട്, അല്ല ഇതെല്ലാം വരും കോമൺ GK. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതാ പത്രവായനകൾ മുഴുവൻ ഈ 2024 ഡിസംബർ മുതൽ 25 ഇങ്ങോട്ട് റണ്ണിങ് വരെയുള്ള മുഴുവൻ ആ പ്രധാനപ്പെട്ട വാർത്തകളും നിങ്ങൾ തയ്യാറാക്കി കറണ്ട് അഫയേഴ്സിന് പ്രത്യേകിച്ച് ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ പ്രധാനപ്പെട്ട ഇവന്റുകൾ രേഖപ്പെടുത്തി വെക്കണം. നിങ്ങളുടെ ഒരു സെൽഫ് നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. പിന്നെ സയൻസ് 10 മാർക്ക്. സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയുമാണ് പ്രധാനമായിട്ടും. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെയാണ് 10 മാർക്ക്. പിന്നെ പൊതുജനാരോഗ്യം അല്ലെ, ബയോളജിയും പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടത് 10 മാർക്ക്. എന്നിങ്ങനെ ആകെ 100 മാർക്ക്. കണ്ടോ? 40, 20, 60, 70, 80 മാർക്ക് കോമൺ GK. നമുക്ക് കറണ്ട് അഫയേഴ്സും കോമൺ GK എന്ന് പറയാം. 20 മാർക്ക് കണക്ക്. അങ്ങനെ 80-20
100 മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇംഗ്ലീഷ് ഇല്ല. കണ്ടോ സിലബസ്? ഇംഗ്ലീഷ് ഉണ്ടോ? ഇല്ല. മലയാളം ഉണ്ടോ? ഇല്ല. സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ടോ? ഇല്ല. അപ്പോ IT സൈബർ ലോ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിളായി പഠിക്കാൻ, ജോലി ഒരെണ്ണം ഉറപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇറങ്ങിക്കൊള്ളുക. ഈ ഒരു ജോലി നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും ഉദ്യോഗാർത്ഥികളെ. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ജോലി, ലിസ്റ്റിൽ വരുന്ന മുഴുവൻ പേർക്കും ജോലി ഉറപ്പിക്കാൻ കഴിയുന്ന, ലിസ്റ്റിൽ വരുന്ന മുഴുവൻ പേർക്കും നിയമനം ലഭിക്കുന്ന ഒരു പരീക്ഷ ഉണ്ടോ? അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. കമ്പനി ബോർഡ് LGS ആണ് പരീക്ഷ. നിങ്ങളുടെ ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എല്ലാം എഴുതാൻ പറ്റുന്ന ഏക LGS പരീക്ഷയാണ്. 2024 നടത്തിയ ലിസ്റ്റിൽ നിന്ന് പോലും ആകെയുള്ള 3712 പേരിൽ നിലവിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം വരെ 2338 പേർക്ക് നിയമനം കിട്ടിയ പരീക്ഷയാണ്. അപ്പോൾ ഇനി രണ്ടാമതൊരു ചിന്തയുടെ അർത്ഥമില്ല. ഇപ്പോൾ തന്നെ തയ്യാറാകുക. എല്ലാവർക്കും ഈ പരീക്ഷ വിജയിക്കാൻ കഴിയട്ടെ. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കമ്പനി ബോർഡ് LGSന്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു.